ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു 3 തവണ ഓങ്കാരം ജപിക്കണം, വേണ്ടേ? കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഈ ജപിക്കുന്നതിൻ്റെ ഉദ്ദേശം ഓരോ തവണയും ഞാൻ പറയാറുണ്ട്. നമ്മുടെ ഈ കൂട്ടധ്വനി ഉണ്ടല്ലോ, അത് ഭൂതലം മുഴുവനും വ്യാപിച്ച് ഇതിലുള്ള ചരാചരങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ ചൊരിയണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥനയോ സങ്കല്പമോ ഒരു മനുഷ്യ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ചു എന്ന് വരികിൽ അതിൻ്റെ ധന്യതയും അനുഗ്രഹവും എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് കുടുംബസ്ഥനായി ആ കുടുംബത്തിൻ്റെ വർധനയ്ക്കും പാരമ്പര്യത്തിനും വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഒരുവനാണ്. എല്ലാവരും അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ശ്രീകൃഷ്ണൻ പടക്കളത്തിൽ വെച്ച് അർജുനനോട് പറഞ്ഞ മാതിരി സർവഭൂതഹിതേ രതാഹ, എല്ലാ ഭൂതങ്ങളുടെയും ഹിതത്തിൽ താല്പര്യമുള്ളവരാവണം സന്യാസിമാരും തപസ്വിമാരുമടക്കം എല്ലാം. 2 തവണയാണ് കൃഷ്ണൻ ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മനസ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിനും കുട്ടികൾക്കും വരും തലമുറകൾക്കും എല്ലാവർക്കും വലിയ ഒരു അനുഗ്രഹ ശക്തിയായിത്തീരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം, ഒരു വിശാലത ഉണ്ടാവട്ടെ. ഇതാ ഓ എന്തു പറ്റി? ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. ഞാനൊരു ശ്ലോകം പറഞ്ഞു തരാം നിങ്ങൾക്ക്, ഏറ്റു ചൊല്ലൂ. ഈ ശ്ലോകം എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റണം. മുൻപിൽ ഇങ്ങനെ വയ്ക്കണ്ട. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ആരാരുടെ ഹൃദയത്തിൽ മംഗളായതനമായ ഹരി അധിവസിക്കുന്നുവോ അവർക്ക് നിത്യോത്സവം, നിത്യമംഗളം, നിത്യശ്രീയാണ് എന്ന്. കേട്ടു നിങ്ങൾ? ഇതിലേറെ എന്തു വേണം?
നിത്യോത്സവോ ഭവേത്തേഷാം നിത്യോത്സവോ ഭവേത്തേഷാം നിത്യോത്സവോ ഭവേത്തേഷാം നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീഃ നിത്യമംഗളം നിത്യശ്രീഃ നിത്യമംഗളം നിത്യശ്രീർനിത്യമംഗളം നിത്യശ്രീർനിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരിഃ മംഗലായതനം ഹരിഃ മംഗലായതനം ഹരിഃ മംഗലായതനം ഹരിഃ. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചുല്ലോ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച കാര്യങ്ങൾ. ആ ശ്ലോകങ്ങൾ ചിലത് ഞാൻ ഒന്നും കൂടി ഒന്ന് ചൊല്ലാം, നിങ്ങളെല്ലാവരും കേൾക്കൂ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃസമ്യക് സമദൃഗ്വിചരസ്വകാം യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാ കർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിധാ. ഇതിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ ശ്രീമദ് ഭാഗവതത്തെ ഒരു തത്വസമീക്ഷണമായി തന്നെ ഈ സത്രത്തെ കാണണം എന്ന് വിചാരിക്കുന്നവർ. അവർക്ക് വേണ്ടിയെങ്കിലും പറയാം. എന്നാൽ ഞാൻ പറയണത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നോക്കൂ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ വിപരീത അർത്ഥമുണ്ടാകുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു അവഗ്രഹം എന്നൊന്നുണ്ട് സംസ്കൃതത്തിൽ. അകാരം വിട്ടുപോയാൽ എഴുതുന്നതാണ്. അകാരം വിട്ടാൽ ഇങ്ങനൊരു അവഗ്രഹം ഇടും. അപ്പോൾ അകാരം കൂട്ടിച്ചേർത്ത് പദച്ഛേദം ചെയ്യുമ്പോൾ അത് വേറെ പിരിക്കണമെന്ന്. ഇവിടെ എത്ര ത്രിസർഗോ മൃഷാ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എത്ര ത്രിസർഗോ മൃഷാന്ന്, അമൃഷ എന്നാണെന്ന്. സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഈ മൂന്ന് ഗുണങ്ങളുടെ ആകത്തൊക്കെയാണ് നമ്മുടെ ഈ വിശേഷപ്പെട്ട സങ്കീർണമായ പ്രകൃതി. അങ്ങനെ ഈ ത്രിഗുണാത്മികമായിരിക്കുന്ന പ്രകൃതി ഉണ്ടല്ലോ, അത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ പരമതത്വത്തിൽ നിന്നുള്ള ഒരു പരിലസനമാണത്. ആ പരിലസനം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ പരിലസനം വാസ്തവമാണോ അല്ലയോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. എന്താ അതിന് കാരണം? ഈ പരിലസനം മുഴുവൻ നമ്മൾ കാണുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പരിലസനം മുഴുവനും നമ്മളാണ് കാണുന്നത്. നമ്മളാണ് ഇതിന് പ്രമാണം. നാമാണ് ലോകമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലാണ്. നമ്മൾ ലോകത്തെ പരാമർശിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തെയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ലോകദർശനത്തിന് നിദാനമായിട്ടുള്ളത് നാമാണ്, നമ്മളാണ്. ആ നമ്മൾക്ക് മൂന്നവസ്ഥയുണ്ട്. എന്താ മൂന്നവസ്ഥകൾ? ഒന്ന് ഉറക്കം, പിന്നെ ഒന്ന് ഉണർവ്, പിന്നെ ഒന്ന് സ്വപ്നം. ഈ മൂന്നവസ്ഥകളിലും നമ്മുടേതാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയും സംസ്കൃതത്തിൽ. ഉണർന്നിരിക്കുന്ന ദശ എത്രത്തോളം? അത് 16 മണിക്കൂറെന്നാണ് സാധാരണ ഒരു കണക്ക്. അത് 17 വരെ ആവാം. ബാക്കിയുള്ള സമയം 24 മണിക്കൂറിൽ 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങുക. ഇവിടെ എന്തൊക്കെ ഉണ്ടോ, പ്രകടമാകുന്നുവോ, പരിലസിക്കുന്നുവോ,
അതിൻ്റെ കോലാഹലങ്ങളെല്ലാത്തോടും കൂടി ആ കാണുന്നത് മുഴുവൻ ഒരൊറ്റടിക്ക് അങ്ങോട്ട് പോകുന്നു. ഇതെവിടെയാണ് ഈ പോണത്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്നാണ് നമ്മുടെ അനുഭവം. നമ്മളുടെ അനുഭവമാണത്. ആ അനുഭവത്തിൽ തന്നെ വ്യത്യസ്തമായ ലോകമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ ലോകത്തിനെ കാണുന്നവൻ്റെ മനസ്സിൽ ഒരൊറ്റ മാക്കല 1/2 സെക്കൻഡ് കൊണ്ട്. അങ്ങനെ ഈ 1/2 സെക്കൻഡ് കൊണ്ട് മായ്ക്കാൻ മാത്രമുള്ളതാണോ ഈ ലോകം? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, വാസ്തവികതയുണ്ട്? എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടരെ? ഞാൻ എന്താ ചെയ്യുക? എണീറ്റ് പോട്ടെ? നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? പരീക്ഷിത്ത് ശുഗമഹർഷി പറയണത് മുഴുവൻ കേട്ടത് എന്തിനാ? അതുപോലെ കേൾക്കണം. നിങ്ങളല്ലേ ഈ ലോകത്തെ കാണുന്നത്. ഈ ലോകാനുഭവത്തിന് പ്രമാണം എന്താ? നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആ നമ്മുടെ അനുഭവത്തിൽ തന്നെ 16 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും? പ്രസവം നടന്നിട്ടുണ്ടാവും, മരണം നടന്നിട്ടുണ്ടാവും, കല്യാണം നടന്നിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും, കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, കലഹം ഉണ്ടാവും, നഷ്ടം ലാഭം, ഇങ്ങനെ പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ മുഴുവൻ അവിടെ നടന്നിട്ടുണ്ട്. ആ വ്യവഹാരത്തിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് മുഴുവനും ഈ 16 മണിക്കൂർ കഴിഞ്ഞാൽ ഠപ്പ് ഇതൊരൊറ്റമാക്കല. അപ്പം നമ്മുടെ മനസ്സിൽ നാം അനുഭവിക്കുന്ന ഈ ലോകസമുച്ചയമൊട്ടാകെ നമ്മുടെ മനസ്സിൽ തന്നെ മനസ്സ് മാച്ചു കളയാൻ മാത്രമുള്ളതാണോ എന്നൊരു ചോദ്യം. ഇത് പ്രസക്തമാണോ അല്ലയോ? ഇത് പ്രസക്തമാണോ അല്ലയോ? എന്താ മിണ്ടാത്തെ? പ്രസക്ത ശബ്ദത്തിന് അർത്ഥം മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മാച്ചു കളയാൻ മാത്രമുള്ളതാണോ ഇതിലെല്ലാം? അതെ. അത് എത്ര നേരം? 8 മണിക്കൂർ നേരം. അപ്പോൾ 8 മണിക്കൂർ നേരം ഇല്ലാതെയാവുന്നതാണ് ഈ ലോകം. 16 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 1/2 സെക്കൻഡ് പോലും ഇല്ലെങ്കിൽ അതിന് ഉണ്ട് എന്നുള്ള ആ വാക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ഉറക്കെ പറയുന്ന എന്താ ഈ മടി? നിങ്ങളൊക്കെ കള്ളന്മാരും കള്ളികളാണ്. സത്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സമ്മതിക്കണ്ടേ? സമ്മതിച്ചതുകൊണ്ട് എന്താ പരണ്ട് വീഴോ? 1/2 മിനിറ്റ് പോലും 1/2 സെക്കൻഡ് പോലും ഇല്ലാതെയായാൽ അതിന് വാസ്തവത്വം കൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഈ ത്രിഗുണാത്മികമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണമയമായിരിക്കുന്ന പ്രകൃതി, ഈ ലോകം മുഴുവനും മൃഷ. അതാണ് ഉദ്ധവനോട് പറയണത്. എന്ത്? നീ എത്രത്തോളം അങ്ങ് എന്നിൽ ആസക്തിയുള്ളവനായാലും ശ്രദ്ധയുള്ളവനായാലും ഭക്തിയുള്ളവനായാലും എല്ലാം വിട്ടങ്ങോട്ട് പോകൂ എന്ന് പറയുക. അപ്പോൾ മഹാപ്രഭോ, വിടാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. എന്താ കാരണം? ഇത് അവാസ്തവമാണ്. സ്വപ്നം വിട്ട് എണീക്കാറില്ലേ? അതുപോലെ നമുക്ക് എണീക്കാൻ സാധിക്കും. എന്തിനാ ഞാനിത് പറഞ്ഞത്? അവിടെ ഒരവഗ്രഹമിട്ട് അമൃഷ എന്നൊന്നും പണ്ഡിതന്മാർ എഴുതാൻ പുറപ്പെടണ്ട. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അത് ശ്രീകൃഷ്ണൻ്റെ മുഖത്തിൽ നിന്ന് ഇതാ കേൾക്കണു. എന്ത്? യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ഈ ലോകത്തിൽ നാം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ എന്തെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവനും ഗ്രഹിക്കപ്പെടുന്നതാണ്. നാം ഗ്രഹിക്കുകയാണ്, നമ്മളാൽ ഗ്രഹിക്കപ്പെടുന്നു. അത് ഈ ലോകം നമ്മളെ അനുഭവിക്കുന്നില്ല, നാമാണ് ലോകത്തെ അനുഭവിക്കുന്നത്. ഞാൻ ഈ ചുമരിങ്ങനെ കാണുന്നു, തട്ടിങ്ങനെ കാണുന്നു. തട്ട് എന്നെ കാണുന്നുണ്ടോ? ഞാനല്ലേ കാണുന്നുള്ളൂ? ഞാനല്ലേ പറയണത്? ഉണർന്നിരിക്കുന്നവർ വന്ന് അവർ നോക്കുമ്പോൾ അവൾക്കും കാണാം. ഇവിടെ നമ്മുടെ ഇടയിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് തട്ടുണ്ടാവുമോ? ശരീരം പോലും ഉണ്ടാവുമോ? അപ്പം നമ്മൾ സമാനമായി ഉണർന്നിരിക്കുമ്പോൾ സമാന വസ്തുക്കളെ സമാനമായി ദർശിക്കുന്നു. അതിന് നമ്മുടെ ഈ ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിന് കാരണം. അങ്ങനെ എന്തെല്ലാം കാണുന്നുവോ ഗ്രഹിക്കപ്പെടുന്നുവോ അതെല്ലാം ആദ്യം നശ്വരമായി മനസ്സിലാക്കൂ, ഗ്രഹിക്കപ്പെടുന്നതായി മനസ്സിലാക്കൂ. ഗ്രഹിക്കുന്നവൻ ഇല്ലാതെ ആയാൽ പിന്നെ ഈ ഗ്രഹിക്കപ്പെടലും ഉണ്ടാവില്ല. അപ്പം നമ്മളാണ് ഈ ലോകദർശനത്തിനും ലോകാനുഭവത്തിനും കാരണം. അതൊക്കെ അതിനാൽ വിദ്ധി മായാ മനോമയം.
ഈ കാണുന്നത് മുഴുവനും മായ എന്നുള്ളൊരു പ്രകടന വിശേഷം, ഒരു ശക്തിവിശേഷത്തിൻ്റെ പ്രകടനം, പരിലസനമാണ്, മനോമയമാണ്. എന്ത്? ഒന്ന് ഉറക്കെ പറയും. നമ്മുടെ മനസ്സാണ് പ്രകടമാക്കി തരുന്നത്. കാലത്ത് സൂര്യൻ ഉദിച്ചു എന്ന് ആരാ പറയണത്? നമ്മുടെ മനസ്സ് കണ്ണ് തുറപ്പിച്ച് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറയണു. ആ സൂര്യനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്തിനാ കാണുന്നത്? കണ്ണിൻ്റെ സഹായത്തോടുകൂടി മനസ്സ് ആ സൂര്യൻ്റെ ഒരു ഛായ, ഒരു പടം, പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നു. ആ സൂര്യനെ നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങളുടെ മക്കളെയും അങ്ങനെ കാണുന്നുള്ളൂ, ഭാര്യ ഭർത്താക്കന്മാരെയും അങ്ങനെ കാണുന്നുള്ളൂ, നിങ്ങളുടെ വീടിനെയും നിങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. ആ വീടിനെ ഒരു കാലത്തും നാം കാണുന്നില്ല. അപ്പോൾ ഇവിടെ മൃഷാന്നോ അമൃഷാന്നോ മിണ്ടരുത്, മിണ്ടരുത്. മൃഷാന്ന് തന്നെയാണ് അവിടെ. ആഗ്രഹമൊന്നും കൊണ്ടിട്ടിട്ട് നിങ്ങൾ തകരാറൊന്നും ഉണ്ടാക്കണ്ട. ഇത് കൃഷ്ണൻ പറയുന്നതാ. ഇതുപോലെ വേറെ സ്ഥലങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ആ സംക്ഷിപ്തമായി പറയുന്ന ഉപദേശം കഴിഞ്ഞിട്ടില്ല. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. യുക്തചിത്ത ഇദം ജഗത്, ഈ പറയുന്ന തത്വവിചാരം വേണ്ടതുപോലെ ഉൾക്കൊണ്ട് ആ തത്വവിചാരത്തിലൂടെ ചിന്തിച്ച് ചിന്തിച്ച് മുന്നേറി 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 നിങ്ങൾ എന്തു വേണം? യുക്തചിത്ത ഇദം ജഗത് ആത്മനി ഈക്ഷസ്വ. കേട്ടോ? ആത്മനി പറയൂ. ആത്മനി ഈക്ഷസ്വ. ഈക്ഷസ്വ. ഈ കാണുന്ന പ്രത്യക്ഷമായിട്ടുള്ള ഭൗതിക പരിലസനം അത്രയും നിങ്ങളുടെ ഉള്ളിലുള്ള പതിപ്പുകളാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പതിപ്പുകളാണ്. നമ്മുടെ ഉള്ളും പതിപ്പുകളുമില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം കാണുന്നത് മുഴുവൻ ഉള്ളിലാണപ്പാ, ഉള്ളിലാണപ്പാ, ഉള്ളിലാണ്. ആത്മനി ഈക്ഷസ്വ വിതതം. അവിടെ അങ്ങനെ പരന്ന് കിടക്കുക. ആത്മാനം മയ്യധീശ്വരേ. അങ്ങനെ ഒരു ആത്മ, ഞാൻ എന്ന് പറയുന്ന പ്രത്യേക പ്രകടന വിശേഷമുണ്ടല്ലോ, ആ വിശേഷപ്പെട്ട ചേതന സാന്നിധ്യം, അതാണ് ജഗദീശ്വരിൽ പരിലസിക്കുന്നത്. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ നാംതരായൈർവിഹന്യസേ. അന്തരായം, അന്തരായം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രഗണികളും പ്രതിസന്ധികളുമെല്ലാം. ആ അന്തരായം ഒന്നും ഉണ്ടാവില്ലത്രേ. ആർക്ക്? കേൾക്കണുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിലുള്ള ഝഞ്ചട്ട് തകരാറുകൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിനെ വിട്ടുപോവും. എങ്ങനെയാണെങ്കിൽ ഈ മനസ്സിന് സ്വാധീനം ചെലുത്താൻ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ, അതാണ് ബുദ്ധി. നിങ്ങൾ പുറമേ നിന്ന് എന്തെങ്കിലും കുഴമ്പോ കിഴമ്പോ ഓയിൻമെൻറ്റോ ഒക്കെ പുരട്ടിക്കോളൂ, അത് തൊലിയിൽ പുരട്ടാന്നേ ഉള്ളൂ, മനസ്സിലേശില്ല. മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ അത് ബുദ്ധിക്ക് മാത്രമേ സാധിക്കൂ. ആ ബുദ്ധിയെ ഈ തത്വവിചാരത്തിൽ പ്രയോഗിക്കണം, വിനിയോഗിക്കണം. അപ്പം എന്തു പറയണു? തസ്മാത്, അതിനാൽ യുക്തേന്ദ്രിയഗ്രാമോ, ആ ഇന്ദ്രിയങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തോടും നിശ്ചയോടും കൂടി മിതമായി ഒന്ന് ഒതുക്കി നിർത്തുക. യുക്തചിത്ത ഇദം ജഗത്, ആ മനസ്സിലും ഇതേമാതിരിയുള്ള തത്വവിചാരം നല്ലപോലെ ഉറപ്പിക്കുക. എന്നിട്ടോ ഈ ലോകത്തിന് മുഴുവനും ആത്മനി ഈക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും? ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം. ജ്ഞാന വിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം. പറയട്ടെ? കേൾക്കുമോ? മനസ്സിലാക്കുമോ? ജ്ഞാന വിജ്ഞാന സംയുക്ത. ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിവ് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ആ അറിവൊക്കെ എന്തറിവാ? വിഷയജ്ഞാനമാണ്, ഓബ്ജക്റ്റ് നോളേജാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വസ്തുക്കളെ സംബന്ധിച്ചാണ് മനസ്സ് എപ്പോഴും ആലോചിച്ച്, ബുദ്ധിയും ആലോചിച്ച് ഇരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു മണ്ഡലമുണ്ട്, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ സാധാരണ ജ്ഞാനം എന്താ? ഐന്ദ്രിയ ജ്ഞാനം, ഐന്ദ്രിയ വസ്തുക്കളെ സംബന്ധിച്ച ജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാലോ മാറി. ഇതൊക്കെ നമുക്ക് ഗൃഹ്യമാണമാണ്.
ഇതൊക്കെ നമ്മളാൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ കാണുന്നവൻ ആരാന്നൊരു ചോദ്യം വരുന്നു. ആ ദ്രഷ്ടാവ് എപ്പോഴും ഉള്ളിലാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. ദൃശ്യങ്ങളൊക്കെ ശരീരവും ശരീരത്തിന് പുറമേയുമാണ്. അപ്പം അവിടെ ചെന്ന് ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം, ദേഹമുള്ളവരുടെ എല്ലാം ആത്മാവാണ് താൻ എന്ന് നമുക്ക് തോന്നിത്തുടങ്ങണം. എങ്ങനെയാത് ആലോചിച്ച് നോക്കൂ. സ്വാമിജി, നമ്മളൊക്കെ ഈ കട്ടിയുള്ള ശരീരമല്ലേ? അല്ല കൂട്ടരെ, അല്ല. നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളാണോ? എന്താ മിണ്ടാത്തെ? നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ വീടാണ്. അത് നിങ്ങളാണോ എന്നാണ് ചോദിക്കണേ. ശരീരത്തിൽ നിന്ന് വസ്ത്രം നിങ്ങളുടെയോ അതോ നിങ്ങളോ? അതിന് മറുപടി. ഈ വസ്ത്രം നിങ്ങളാണോ നിങ്ങളുടെയാണോ? നിങ്ങളുടെയാണ്. അതുപോലെ ഈ ശരീരവും ദേഹം അണിഞ്ഞിരിക്കുക നിങ്ങൾ, ആ ശരീരവും നിങ്ങളല്ല. അപ്പം നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നത് എന്താണെന്ന് എന്നോട് പറയുമോ? നിങ്ങൾ പറയാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നത് ഭക്ഷണമാണെന്ന് വിചാരിക്കരുത്. ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് 5, 10, 15 ദിവസമൊക്കെ ജീവിക്കാൻ പറ്റും. ശരീരത്തിന് ഒരു 5 മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അടിസ്ഥാനമുണ്ട്. അതെന്താ? ശ്വാസം, വായു. അപ്പോൾ വായു, ജീവവായു നമ്മുടെ ശരീരത്തിൽ മുഖ്യമായ ഒരു ഘടകമല്ലേ? അല്ലേ? ആ വായുവിൻ്റെ പ്രകൃതം എന്താ? അത് ശരീരം പോലെ ഖരമാണോ? അത് നമ്മുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ പരന്നിരിക്കുന്നതല്ലേ? എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വായുവും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വായുവും നമ്മുടെ ഇടയിലും പുറമേയുമുള്ള വായു ഒന്നോ ഒന്നിലധികമോ? സമ്മതിച്ചോ? സമ്മതിച്ചോ? അതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ മനോകോശം എന്നൊരു കോശം ഉണ്ടല്ലോ, മനഃക്കോശം. ആ മനഃക്കോശം അത് ഈ വായുവിനേക്കാൾ വ്യാപിച്ചിരിക്കുന്നതാണ്. ബുദ്ധികോശമോ അതിനേക്കാൾ. അത് കഴിഞ്ഞ് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതായ ആ തലമോ അതെങ്ങും സർവ്വവ്യാപകമായി കിടക്കുന്നതാണ്. അപ്പോൾ വായുവിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സമ്മതിച്ചു നിങ്ങളുടെ വ്യക്തിത്വം ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, വ്യാപിച്ചിരിക്കുന്നതാണെന്ന്. അതേപോലെ മനസ്സും വ്യാപിച്ചിരിക്കുന്നതാണ്, ബുദ്ധിയും വ്യാപിച്ചിരിക്കുന്നതാണ്, ആത്മാവോ അങ്ങേ അറ്റം വ്യാപിച്ചിരിക്കുന്നതാണ്. ആത്മഭൂത ശരീരിണാം, ദേഹമുള്ള എല്ലാറ്റിൻ്റെയും ആത്മഭൂതനായി ആത്മാനുഭവ തുഷ്ടാത്മാ, ഈ ആത്മാനുഭവത്തിൽ തുഷ്ടന്മാരായിരിക്കണം. സ്വാമിജി ഇത് സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് ഉറപ്പിച്ച് മറുപടി പറയുന്ന ആളാണ് ഭൂമാനന്ദ സ്വാമി. എങ്ങനെയാ സാധിക്കുക? സാധിപ്പിച്ചു തരാം. എൻ്റെ കൂടെ വരുമോ നിങ്ങൾ? നമുക്ക് 3 അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ. എന്താണ് 3 അവസ്ഥ? ഉണർന്നിരിക്കുന്നൊരവസ്ഥ, അത് കഴിഞ്ഞാൽ ഉറങ്ങുന്നത്, ആ ഉറക്കത്തിൽ നിന്ന് ചില സമയത്ത് സ്വപ്നമുണ്ടാവണം, സ്വപ്നത്തിൽ നിന്ന് നാം ഉണരണം. അപ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്നും ഒരു ഉണർച്ചയുണ്ട്, സ്വപ്നത്തിൽ നിന്നും ഒരു ഉണർച്ചയുണ്ട്. ഇങ്ങനെ ഉറക്കവും സ്വപ്നവും ഉണർവും ഈ 3 അവസ്ഥകളുണ്ടല്ലോ. ഈ 3 അവസ്ഥകളുണ്ടല്ലോ. ഈ 3 അവസ്ഥകൾ എൻ്റെ അല്ലേ? ഞാനല്ലല്ലോ. എന്താ മിണ്ടാത്തെ? എനിക്ക് 3 അവസ്ഥയുണ്ട്, ഞാൻ 3 അവസ്ഥയല്ല. അപ്പം ഞാൻ ആരാ? പറഞ്ഞു തരട്ടെ. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ബാഹ്യവസ്തുക്കളെ മുഴുവനും കണ്ടു, അതോടുകൂടി കെട്ടുപണഞ്ഞു വേറിടാൻ പറ്റില്ല. അതേ വസ്തുക്കളെ മുഴുവനും വിട്ട് നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയെയോ അഹങ്കാരത്തെയോ പോലും ഓർക്കാതെ ലോകത്തിൻ്റെ സ്മരണയുമില്ലാതെയല്ലേ കിടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദാഹമോ വിശപ്പോ ഉണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനോ സാഫല്യത്തിനോ വേണ്ടി ഒന്ന് വേണോ? വേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ആനന്ദിപ്പിക്കുന്ന ജനിച്ച കുട്ടിയുടെ ദൃശ്യം പോലും വിട്ട് അമ്മ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളിൽ ദേഹമോ ഇന്ദ്രിയങ്ങളോ പ്രവർത്തിക്കുന്നില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല. എന്നാൽ നമ്മൾ ചാവണുണ്ടോ? ചാവണില്ല. ഉറക്കത്തിലാണ് നമുക്ക് ഉണർന്നിരിക്കാനുള്ള ശക്തി രൂപപ്പെടുന്നത്.
ധാരാളം സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാവണം. ആ കോശങ്ങൾ ഉപയോഗിച്ചാണ് ജാഗ്രത അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. ആ പ്രവർത്തിച്ച് ആ കോശങ്ങളെല്ലാം പൊട്ടിപ്പോയി ലക്ഷോപലക്ഷം കോടാനുകോടി കോശങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് മുഴുവനും രണ്ടാമത് പുനർനിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഈ ഉറക്കത്തിലാണ്, ഇരുട്ടിലാണ്. അങ്ങനെ വളരെ നിർമ്മാണാത്മകമായിരിക്കുന്ന ഈ ഉറക്കത്തിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ലോകമോ ദേഹമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളില്ലേ? അവിടെ ഉണ്ടല്ലോ. അതാണല്ലോ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ സുഖമായി കിടന്നുറങ്ങണമെന്ന്. ഈ ജാഗ്രത അവസ്ഥയിലാണ് ഞാൻ കെട്ടുപിണഞ്ഞിരിക്കുക, സ്വപ്നത്തിലും. അത് രണ്ടിലും നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ വളരെ വ്യക്തമാണ്, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങുക എന്ന് പറയുന്നത് സകർമ്മക ക്രിയയോ അകർമ്മക ക്രിയയോ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഈസ് ഇറ്റ് എ ട്രാൻസിറ്റീവ് വെർബ് ഓർ എൻ ഇൻട്രാൻസിറ്റീവ് വെർബ്? ക്രിയകൾ രണ്ട് തരത്തിലാണ്, കർമ്മമുള്ളതും കർമ്മമില്ലാത്തതും. നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കൽ മാത്രമേ ഉള്ളൂ. തിന്നുക എന്ന് പറഞ്ഞാൽ എന്തിനേന്നൊരു ചോദ്യം പറയും. അപ്പോൾ എന്തിനെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനും മറുപടി പറയാനും വക നൽകുന്ന ക്രിയകളൊക്കെ സകർമ്മക ക്രിയകളാണ്, മറ്റത് അകർമ്മക. അപ്പം ഞാൻ കിടന്നു ഉറങ്ങി, ഞാൻ മാത്രമായി ഉറങ്ങി. അവിടെ രണ്ടാമതൊരു കാര്യം വരുന്നില്ല. അപ്പം ആ ഉറക്കത്തിൽ ഉറങ്ങിയിട്ടുള്ള ആ ഞാനല്ലേ വാസ്തവത്തിൽ ഞാൻ? അവിടെ നിങ്ങൾക്ക് ദേഹമുണ്ടോ? മനസ്സുണ്ടോ? ബുദ്ധിയുണ്ടോ? അഹങ്കാരമുണ്ടോ? ലോകമുണ്ടോ? വീടുണ്ടോ? കുട്ടികളുണ്ടോ? സ്വത്തുണ്ടോ? ആത്മാനുഭവതുഷ്ടാത്മാ. ആ ഉറക്കത്തിലുള്ള ഞാൻ, ആ ഞാനെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വിചിന്തനം ചെയ്ത് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കൂ. അങ്ങനെ വന്നാൽ നാന്തരായ ഈ ഋഹന്യസേ, ദേഹം അതിൻ്റെ ധർമ്മം അനുഷ്ഠിച്ചോട്ടെ. അത് ജനിച്ചു, വളർന്നു, ക്ഷയിക്കണു, അതൊരു കാലത്ത് വീണു പോകും. അതേപോലെ ആയിക്കോട്ടെ. ഞാൻ ദേഹമല്ല, ദേഹവിലക്ഷണനാണ്. ഈ ദേഹത്തിൻ്റെ കോലാഹലമൊന്നും എന്നെ ബാധിക്കില്ല എന്നൊരു ധാരണ ഉറപ്പിച്ചു വരും. തത്വവിചാരം ചെയ്യണം ഉറക്കത്തിനെക്കുറിച്ച്, 3 അവസ്ഥകളെക്കുറിച്ച്. കൃഷ്ണപരമാത്മാവ് പറയുന്നതാണപ്പോൾ ആ ദ്വാരകയിലിരുന്ന് ഉത്തമ ഭക്തനായ ഉദ്ധവനോട് പറഞ്ഞു ധരിപ്പിക്കുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. ഞാൻ എന്താ പറയുക? ഈ സഭാനികൻ അന്വർത്ഥമാകണമെങ്കിൽ ഈ ശ്ലോകം പറയുന്നത് കേൾക്കാനും അത് ഗ്രഹിക്കാൻ താല്പര്യം തോന്നാനും ഗ്രഹിക്കാനും ഇടയുള്ളവർ കുറച്ചെങ്കിലും ഇവിടെ വരണം. ഇതാണ് ശ്രീമദ് ഭാഗവതം, ഇതാണ് പ്രത്യക്ഷ കൃഷ്ണൻ, ഇതാണ് ശാശ്വതമായിരിക്കുന്ന നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തിൽ ഉപജീവിക്കുന്നതാണ് ഇവിടെ എല്ലാം തന്നെ. എന്താ അവിടെ പറയണത്? ദോഷബുദ്ധ്യോ ഭയാതീതോ. ഉഭയാതീത ഒന്ന് പറയൂ. ഉഭയം എന്ന് പറഞ്ഞാൽ 2, അതീതം എന്ന് പറഞ്ഞാൽ അതിനെ കവച്ചു വെച്ചവർ, താണ്ടിക്കിടന്നവർ. ഈ ലോകം മുഴുവനും ദ്വൈതമാണ്. ഞാനും ഞാനല്ലാത്തതും. ഈ ലോകം എൻ്റെ, ദേഹം എൻ്റെ, വീട് എൻ്റെ, കുടുംബം എൻ്റെ, കുടുംബാംഗങ്ങൾ എൻ്റെ, പണം എൻ്റെ, ഒക്കെ എൻ്റെയാ. എൻ്റെ പിറന്നാൾ, എൻ്റെ മരണം, എൻ്റെ ജനനം. ഇങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ള ഒരു ഉഭയം. പിന്നെയോ നല്ലത് ചീത്ത, നന്മ തിന്മ, ഗുണം ദോഷം, പാപം പുണ്യം, ഇഹം പരം, ദേഹം ആത്മാ, ഈശ്വരൻ ലോകം. ഇതൊക്കെ ദ്വന്ദ്വങ്ങളിൽപ്പെട്ടതാ, ഉഭയങ്ങളിൽപ്പെട്ടതാ. അപ്പോൾ എന്തു വേണം ഉദ്ധവ? ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞുകൂടി ഞാൻ അഴിച്ചിട്ട വസ്ത്രം ഉടുത്തു എന്നല്ലേ പറയണത്. എൻ്റെ ഉച്ഛിഷ്ടം അനുഭവിച്ച് വളരെ താതാത്മ്യത്തോടു കൂടി
ഒരുമയോട് കൂടി കഴിഞ്ഞു എന്നല്ലേ പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഈ ഉഭയാധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും മനസ്സിൽ നിന്ന് വിടണം. എങ്ങനെ മനസ്സ് ദ്വൈതം ഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മുടെ മനസ്സിന് ആ ദ്വൈതത്തെ വിടാനും സാധിക്കും. ഉഭയാതീത, രണ്ടിനെയും കവച്ചു വെച്ച്, അതിനാണ് മനുഷ്യബുദ്ധി, മനുഷ്യജന്മം. അതിനാണ് മനുഷ്യബുദ്ധി, അതിനാണ് മനുഷ്യജന്മം. ഉഭയാതീതനായി ദോഷബുദ്ധിയാ, പിന്നെ ദോഷബുദ്ധിയില്ല. ദോഷവും ഗുണവും തമ്മിൽ ഒരുമിച്ചാണ് പോണത്, സുഖദുഃഖങ്ങളെപ്പോലെ. അപ്പോൾ ഉഭയാതീതനായി ദോഷബുദ്ധിയാ, ദോഷം എന്നുള്ള പരിഗണനയില്ലാതെ നിഷേധാന്ന നിവർത്തതേ. ഇതാരോടാ പറയണത്? ഉദ്ധവനോട്. എന്താ ഉദ്ധവൻ ചെയ്യാൻ പോണേ? തൻ്റെ കണ്ണിലുണിയായ സ്വാമി കൃഷ്ണപരമാത്മാവിനെയും വിട്ട്, ദ്വാരകയെയും വിട്ട്, സ്വജനങ്ങളെയും വിട്ട് ഹിമാലയത്തിലേക്ക് പോവാണ്. അങ്ങോട്ട് പോവാനായിട്ട് ആദ്യത്തെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവരുത്. പിന്നെ ഈ ദ്വന്ദ്വങ്ങളോ ഉഭയങ്ങളോ ഒന്നും പിന്നെ ഉണ്ടാവരുത്. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ. നമ്മുടെ വേദസാഹിത്യത്തിൽ മുഴുവനുള്ളത് വിധിയും നിഷേധവുമാണ്. ഞാനിത് പറയണോ കൂട്ടരെ? നിങ്ങൾ മനസ്സിലാക്കുമോ? ഈ വേദത്തിലുള്ള കർമ്മകാണ്ഡത്തിൽ ചെയ്യൂ, ചെയ്യരുത് എന്ന് പറയുന്ന രണ്ട് വിധിയും നിഷേധവും അതിലുള്ളൂ. ഈ വിധി നിഷേധങ്ങൾ ആർക്കാ? ധാരാളമുള്ളപ്പോൾ, പലതും ഉള്ളപ്പോൾ അതിനെ വിഭജിച്ച് പറയുകയാണ്, ഈ പകുതി നിങ്ങൾ സ്വീകരിച്ചോളൂ, ഈ പകുതി വേണ്ടാന്ന്. പക്ഷേ ആ പകുതി എന്തിനുണ്ടായി ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഉഭയാതീതന്മാരായി, ദ്വന്ദ്വാതീതന്മാരായി, ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭയ സുഹൃത ദുഷ്കൃതേ. പടക്കളത്തിൽ വെച്ച് കൃഷ്ണൻ ഉപദേശം കൊടുത്തുല്ലോ അർജുനന്. യുദ്ധകാഹളം മുഴക്കിയതിന് ശേഷം ശരവിസർജനം തുടങ്ങിയിട്ടില്ല. ആ ഇടവേളയിലാണ് ഉപദേശം ഉണ്ടായത്. അവിടെയും പറഞ്ഞു കൃഷ്ണൻ എന്ത്? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. 45 ലക്ഷം പടയാളികളിൽ 10 ഒഴികെ എല്ലാവരും കൊല്ലപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് അർജുനൻ്റെ മനസ്സിൽ ദുഃഖം കാട്ടുതീ പോലെ ആളിക്കത്തി. ദുഃഖമാണ് ഇവിടെ യുദ്ധമല്ല പ്രശ്നം. യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ദുഃഖം. ആ ദുഃഖം തീർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് എന്താ? ഞാൻ പറയുന്ന ബുദ്ധി ഉൾക്കൊണ്ട് ആ ബുദ്ധിയുക്തനായി സുഹൃതത്തെയും ദുഷ്കൃതത്തെയും തരണം ചെയ്യൂ, വിട്ടുകളയൂ എന്നാണ് പറഞ്ഞത്. അതേമാതിരിയാണ് എൻ്റെ ഉദ്ധവ, ഞാൻ ഈ പറയുന്നത് പറഞ്ഞു കേട്ട് ദ്വാരക വിട്ട് ആ കാലടി പുറത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ഉണ്ടാവരുത് മനസ്സിൽ. ഉഭയാതീതനാവണം. നിഷേധാന്ന നിവർത്തതേ. പിന്നെ വിധിയെന്നോ ചെയ്യാവുന്നതെന്നോ ചെയ്യരുതാത്തതെന്നോ എന്നുള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് വിധിയും നിഷേധവുമില്ലാതെ നിഷേധാന്ന നിവർത്തതേ. നിഷിദ്ധ വസ്തുക്കളിൽ നിന്ന് പിന്തിരിയണില്ല. ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. ചിലതൊക്കെ ഗുണകരമാണ് എന്ന് വിചാരിച്ച് ചെയ്യണില്ല, ദോഷകരമാണ് എന്ന് പറഞ്ഞ് ചെയ്യാതെ ഇരിക്കുന്നുമില്ല. അപ്പോൾ വേദങ്ങളുടെ വിധി നിഷേധങ്ങളെയെല്ലാം താണ്ടി മനസ്സ് ശുദ്ധമായി, പവിത്രമായി, ഏകാത്മകമായി കാണുന്നിടത്തൊക്കെ ഈശ്വരൻ, നാരായണൻ, ശ്രീഹരി, പരമകല്യാണനിധിയായ ഹരി എന്നൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം എന്ന് കൊച്ചു പ്രഹ്ലാദൻ 7 വയസ്സുകാരൻ പറഞ്ഞു കൊടുത്തില്ലേ സഹപാഠികൾക്ക്? എന്താ പറഞ്ഞു കൊടുത്തത്? ലോകത്തിൽ നമുക്ക് ഏറ്റവും മികച്ച നേട്ടം എന്താ? ഏതാവാനേവ ലോകേസ്മിൻ പുംസഃ സ്വാർത്ഥഃ പരസ്മൃതഃ. മനുഷ്യനുള്ള ഏറ്റവും വലിയ സ്വാർത്ഥം എന്താണെന്ന് ഞാൻ പറയാം, കേട്ടോളൂ. ഏകാന്തഭക്തിർ ഗോവിന്ദേ. ഒന്ന് പറയൂ. ഏകാന്തഭക്തിർ ഗോവിന്ദേ. നിങ്ങൾക്ക് ശ്രദ്ധ പോരാ. ഞാൻ എപ്പോഴാണ് അത് പറയണതെന്ന് എനിക്ക് തന്നെ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പറഞ്ഞ ഉടനെ പ്രതികരിക്കണം. എല്ലാവരും പറയൂ. ഏകാന്തഭക്തിർ ഗോവിന്ദേ. ഏകാന്തഭക്തിർ ഗോവിന്ദേ. യത് സർവത്ര തദീക്ഷണം. യത് സർവത്ര തദീക്ഷണം. എല്ലാം കൂടി ഏകാന്തഭക്തി മാത്രമേ ഉള്ളൂ മോക്ഷദാതാവായ ഗോവിന്ദനിൽ.
എന്താണ് ആ ഏകാന്ത ഭക്തി? അതിന് കിരീടം വയ്ക്കണോ? താമരപ്പൂ കൊണ്ടുവരണോ? പാൽപ്പായസം നിവേദിക്കണോ? ഒന്നും വേണ്ട. യത് സർവത്ര തദീക്ഷണം. ആ ഗോവിന്ദനെ എങ്ങും എല്ലായിടത്തും ഒരുപോലെ കാണുക, ഒരുപോലെ കാണുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നാൽ നിങ്ങൾ എന്താ ചെയ്യണത്? ആ ബിംബത്തിൻ്റെ ചന്ദനം ചാർത്തിയ മുഖം കണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ക്ഷേത്രത്തിൽ ഒട്ടാകെ ഒന്നുമില്ല. അപ്പോൾ ഭഗവാനെ കാണുന്നത് ചുരുക്കം, കാണാത്ത സ്ഥലമോ? എന്താ ഒരു മിണ്ടാതെ? ഒന്ന് ചിരിക്കണപ്പാ. വിഡ്ഢിത്തം മറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചിരിക്കണ്ടേ? ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. നമ്മുടെ സഭാനികേതനിൽ ഇരിക്കുന്നവർ ചിരിക്കണേ ഇല്ല. നോക്കൂ, ഇത്രേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വിട്ടുപോവാണ്. അതല്ല വേണ്ടത്. യത് സർവത്ര തദീക്ഷണം. എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരനെ കാണണം. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. അങ്ങനെ ഗുണവും ദോഷവും വിട്ടുകളഞ്ഞ് ജീവിക്കാൻ ലോകത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതാണ് ബാലവൃത്തി. കുട്ടികൾ അങ്ങനെയാണ്. കുട്ടികൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ സ്നേഹമുണ്ടോ? വിളിച്ചാൽ ചിലരോട് വിളിച്ചാൽ പോവും, ചിലരടുത്ത് വിളിച്ചാൽ പോവില്ല. അവർക്കങ്ങനെ പോയത് കൊണ്ടോ പോകാത്തത് കൊണ്ടോ ഒന്നും കിട്ടാനോ കിട്ടാതിരിക്കാനോ ഒന്നുമില്ല. അവർക്ക് അഹങ്കാരമില്ല, മമതയില്ല, പ്രത്യേക ഉദ്ദേശമില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല. അങ്ങനെ ശുദ്ധസരളമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് കുട്ടികൾ. അതേപോലെ ബാലവത് ന കരോതി യഥാർഭക. ഒരു തരത്തിലും ഒരാളെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉന്മത്തവദ്വാപിച ബാലവദ്വാ ഉന്മത്തവദ്വാപിച ബാലവദ്വാ പിശാചവദ്വാപിച രത്യവന്യാം. എന്താ ഈ പറയണത്? കുട്ടികളെ പോലെ ആയിരിക്കണം എന്നാണ് പറയണത്. ആര്? കൃഷ്ണൻ. ആരോട്? ഉദ്ധവനോട്. അപ്പോൾ ഉദ്ധവനോട് പറയുമ്പോൾ വയസ്സായ ഉദ്ധവനാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ബാധകല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാനനിശ്ചയ പശ്യന്മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഈ ലോകത്തിലുള്ള ആപത്ത്, ഝഞ്ചട്ട്, പൊല്ലാപ്പ്, പ്രകിണികൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം തന്നെ ഒന്നടങ്കം ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? സർവഭൂത സുഹൃച്ഛാന്തോ. സർവഭൂത സുഹൃത് ശാന്തോ. എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ് ഞാൻ. ഞാൻ എല്ലാവരുടെയും നന്മ അഭിലഷിക്കുന്നു. സർവഭൂത ഹിതരഥം ഹിതേരഥാ. സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ താല്പര്യമുണ്ടെനിക്ക്. മനസ്സൊന്നങ്ങോട്ട് തുറക്കുവപ്പാ. നിങ്ങൾ കുടുംബത്തിലിരുന്നോളൂ, കുടുംബാംഗമായി ഇരുന്നോളൂ, ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങളെന്ന് വിചാരിക്കൂ. ഒരു കുട്ടി നിങ്ങൾക്ക് ജനിച്ച് നിങ്ങൾ അച്ഛനോ അമ്മയോ ആകുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സിൽ പതിയണം, ലോകത്തിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്, അവർക്കൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും. അതുപോലെ ഒരാൾ നമ്മൾ. ആ കുട്ടി അങ്ങോട്ട് വരുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സ് എല്ലാ അച്ഛനമ്മമാരെ പറ്റിയും ചിന്തിച്ച് വികസിക്കാൻ പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടായത് മണ്ണാങ്കട്ട ജനിച്ച പോലെ ആയുള്ളൂ. അർത്ഥമില്ല അതിന്. ലോകത്തിലുള്ളതൊക്കെ നമ്മൾ നന്നാവാനാ. കല്യാണം കഴിക്കുന്നത് നന്നാവാനാ, കുട്ടികളുണ്ടാവണത് നന്നാവാനാ, അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ അത് നന്നാവാനാ. ഇതെന്താ മറിച്ചാ സംഭവിക്കണത്? കല്യാണം കഴിക്കുന്നവരെ കുറേ സ്വതന്ത്രമായിരിക്കും. കല്യാണം കഴിച്ചാൽ അപ്പം പിന്നെ പന്തി മാറി, കുട്ടികളുണ്ടായാൽ പിന്നെ മാറി. വികാസമല്ലേ മനുഷ്യന് ആവശ്യം? വികസ്വരമായിരിക്കണം നമ്മുടെ മനസ്സ് എപ്പോഴും. ഒരു യുവാവും ഒരു മാതാവോ പിതാവോ അവർ തമ്മിൽ എന്താ വ്യത്യാസം? ആ അച്ഛൻ്റെയും അമ്മയുടെയും വികാസം, നന്മ ആ കുട്ടിയിൽ കാണില്ല. അപ്പോൾ എന്തു വേണം? സർവഭൂത സുഹൃച്ഛാന്തോ. എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായി തീർന്ന് മനസ്സിലെ ആശകളെല്ലാം പ്രത്യേക മമതകളും പോയി
ജ്ഞാനവിജ്ഞാനനിശ്ചയ. ഒരു ഭാഗത്ത് എല്ലാം വായിച്ചും കേട്ടുമുള്ള ജ്ഞാനം, മറുഭാഗത്ത് അനുഭവരൂപത്തിൽ അത് സാക്ഷാത്കരിച്ചിട്ടുള്ള വിജ്ഞാനം. ആ ജ്ഞാനവിജ്ഞാനത്തിൽ നല്ല നിശ്ചയം വേണം. പശ്യൻ മദാത്മകം വിശ്വം. കേൾക്കണുണ്ടോ നിങ്ങൾ? പശ്യൻ മദാത്മകം വിശ്വം. ഈ വിശ്വം മുഴുവനും ഞാൻ വ്യാപിച്ചിരിക്കുന്നു. എൻ്റെ ഗുരുഭൂതനായിരിക്കുന്ന കൃഷ്ണപരമാത്മാവിനാൽ വ്യാപ്തമാണ്. എല്ലാം ഈശ്വര വ്യാപ്തമാണ് എന്ന് വിചാരിച്ച് ന വിപദ്യേത വൈ പുനഃ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു തരത്തിലുള്ള പന്തികേടോ തകരാറോ വിഷമോ ഒന്നും നമ്മളെ ബാധിക്കില്ല. ബാധ മുഴുവൻ മനസ്സിലാണ്, പ്രശ്നം മുഴുവനും മനസ്സിലാണ്. ആ മനസ്സിലെ പ്രശ്നം തീരണമെങ്കിൽ എന്തു വേണം? ബുദ്ധി ആ പ്രശ്നത്തെ പരിഹരിക്കണം. ബുദ്ധിയിലുള്ള ഉണർവാണ് എല്ലാറ്റിനെയും തീർത്തു തരിക. മനസ്സിൽ എന്തെങ്കിലും ഒന്നിന് സ്വാധീനമുണ്ടെങ്കിൽ അത് ബുദ്ധിക്ക് മാത്രമാണ്. സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാനനിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. അതുകൊണ്ട് ഞാൻ ഉദ്ധവനെ അങ്ങ് ദൂരെ ഹിമാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും വെറുതെയല്ല പറഞ്ഞയക്കുന്നത്. ദ്വാരകയിലിരിക്കുന്നതിനേക്കാളും സുരക്ഷിതനായി കഴിയാൻ ഉദ്ധവന് സാധിക്കണം. അതിനുള്ള ഉപദേശമാണിത്, അതിനുള്ള സൂക്തങ്ങളും സൂത്രങ്ങളുമാണിത്. മനസ്സാണ് എല്ലാറ്റിൻ്റെയും താക്കോല്. ആ മനസ്സിനെ ഈശ്വരബദ്ധമാക്കണം, മനസ്സിനെ ഈശ്വരമയമാക്കണം. ഗുരുവാണെങ്കിൽ ഗുരുമയമാക്കണം. ഈ കാണുന്ന ലോകം മുഴുവനും പൊന്തിക്കിടക്കുന്നത് എവിടെയാ? നമ്മുടെ മനസ്സിൽ. നമ്മുടെ മനസ്സ് ആത്മമയമാകുമ്പോൾ ഈ ലോകം മുഴുവനും അതേപോലെ ആത്മമയമാവില്ലേ? എന്താ മിണ്ടാത്തെ? നമ്മുടെ മനസ്സ് ദ്രവ്യമാണോ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആരും. നിങ്ങൾ ഉറങ്ങുകയാണോ? നമ്മുടെ മനസ്സ് മണ്ണാങ്കട്ടയാണോ എന്ന്? അല്ല. പിന്നെ എന്താ അത്? ദ്രവ്യമല്ല, ദ്രവ്യാതീതമാണ്, ചേതനാമയമാണ്. ആ ചേതനാമയമായ മനസ്സിലാണ് ഈ ലോകം മുഴുവനും പൊന്തിക്കിടക്കുന്നത്. അപ്പോൾ ഈ ലോകം വാസ്തവത്തിൽ ചേതനാമയമോ അതോ പാഞ്ചഭൗതികമോ? ഈ ലോകത്തിന് നിങ്ങൾ കാണുന്നത് എവിടെയാ? മനസ്സിലൊരു പ്രതിച്ഛായയായിട്ട്. ആ മനസ്സിലുള്ള പ്രതിച്ഛായ ഈ മനോമയമല്ലേ? ആ മനോമയം എന്ന് പറഞ്ഞാൽ ചേതനാമയമല്ലേ? അപ്പോൾ ഈ ലോകം വാസ്തവത്തിൽ എന്താ? ചേതനാമയമോ അതോ ഭൗതികമോ? പറയുന്നപ്പാ, പറഞ്ഞിട്ട് ചാവുകയാണെങ്കിൽ ആവട്ടെ. എന്താ അത് കഥ? നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാന്നുള്ളത് ഓർമ്മ വെച്ചോളൂ. പരീക്ഷത്തിന് ഉപദേശിച്ച ആ ശ്രീമദ് ഭാഗവതം കേട്ട് ഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. സത്യം പറയുമ്പോൾ എന്താ ചൂളനെ? പറയെങ്കിലും ചെയ്തുകൂടെപ്പാ. പശ്യൻ മത ആത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഉദ്ധവൻ അതിന് മറുപടി പറയുകയാണ്. 8 ശ്ലോകമാണ് ഇതുവരെ പറഞ്ഞത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സമ്പൂർണ്ണ തത്വരഹസ്യം ഈ 8 ശ്ലോകങ്ങളിലുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ ഒട്ടാകെ. എല്ലാം കൂടി 1000 ശ്ലോകങ്ങളാണ് ഉദ്ധവന് ഉപദേശിച്ച ഗീതയിൽ 24 അധ്യായങ്ങളിൽ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഃ സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഃ. ദാ നിങ്ങളുടെ പക്ഷാ പറയണത് ആര്? ഉദ്ധവൻ. സമാധാനം അയ്യപ്പ. അങ്ങ് ഈ പറയുന്ന ത്യാഗമുണ്ടല്ലോ കൃഷ്ണ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്തമല്ല. സാധാരണക്കാർക്ക് ഇത് സാധിക്കില്ല എന്ന്. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. എന്താ പറഞ്ഞേ? എല്ലാം വിട്ട് ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു
മയ്യ ആവേശ്യ മനസ്സമ്യക് സമധൃത് വിചരസ്വകാം. സ്വജനങ്ങളെയും എല്ലാറ്റിനെയും വിട്ട് മനസ്സിനെ വേണ്ടതുപോലെ എന്നിൽ ആവേശിപ്പിച്ച് നിർത്തി സമദൃഷ്ടിയോടുകൂടി സഞ്ചരിക്കൂ എന്നാ പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞാൽ അത് ഉടനെ ചെയ്യണ്ടേ? പാവം, ചെയ്യാൻ തയ്യാറാണ് കൃഷ്ണൻ, എന്ത് പറഞ്ഞാലും ചെയ്യും. ഈ സമയത്ത് ഇപ്പോൾ ഉദ്ധവൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞു ഉടനെ ഞാൻ ചെയ്യണം, അതിന് സാധിക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നു തമ്പുരാനെ. നിങ്ങളുടെ കൂട്ടരാ, സമാധാനമായിട്ടിരുന്നോളൂ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ, വളരെ ദുഷ്കരമാണ്. കാമാനാം വിഷയാത്മഭി, അനവധി ആഗ്രഹങ്ങളും ബാഹ്യവസ്തുക്കൾ മാത്രം ഗ്രസിച്ച മനസ്സോടുകൂടിയിരിക്കുന്നവർക്ക്. സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതി. ഭക്തി ഉണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്, ഭക്തി ഇല്ലെങ്കിലോ ദുഷ്കരമാണ്. അപ്പോൾ ഈ ത്യാഗം സുഗമമാക്കാൻ എന്തു വേണം? ഭക്തി വേണം ഈശ്വരനോട്. നിങ്ങൾക്ക് ഭക്തിയുണ്ടോ? ചെവി കടം മേടിച്ച് നിങ്ങളിത് കേൾക്കും. ഭക്തി ഇല്ലേ, കഷ്ടപ്പാടാ, ക്ലിഷ്ടമായിരിക്കും. അഭക്തൈരിതി മേ മതി എന്നാണ് പറയുന്നത്. ഭക്തി ഇല്ലാത്തവർക്ക് ഈ പറയുന്ന ത്യാഗം വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാ, പ്രകൃതി പിടിച്ചതാണ് എന്ന്. എന്നിട്ട് പറയണു പാവം, വാ, ഈ ഭാഗവതത്തിൽ പല ശ്ലോകങ്ങളുമുണ്ടപ്പാ. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ശ്ലോകം, എല്ലാവരും ചൊല്ലേണ്ടതും എല്ലാവരെ കൊണ്ടും ചൊല്ലിക്കേണ്ടതും, അതിൻ്റെ അർത്ഥം ഇങ്ങനെ നുണഞ്ഞ് കഴിയേണ്ടതുമാണ് ഇന്നത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം വായിക്കട്ടെ. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ചസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. എവിടുന്നാണ് നിങ്ങൾക്കിത് കാണുക? ഇതാണപ്പോൾ ഭാരതം. ഭാരതം എന്ന് പറയണത് ഇതാണ്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പലരും ജീവിച്ചിട്ടുണ്ടാവും, നിങ്ങളും ജീവിക്കും, നിങ്ങളുടെ പിൻഗാമികളായിട്ട് പലരും വരും. ആ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് ജനങ്ങൾക്ക് കേൾക്കാവുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? മനസ്സിലായില്ലേ എൻ്റെ ഭാഷ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അച്ഛനമ്മമാർ പഠിച്ചിട്ടുണ്ട്, അവരുടെ അച്ഛനമ്മമാർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കെങ്കേമന്മാർ ആഢ്യന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു 4 വാക്ക് നമുക്കും ലോകത്തിനും ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിൽ ആരെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ നമ്മൾ എന്താ വായിക്കണത്? സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരു മാളിക കെട്ടി, ഒരു രാജധാനി ഉണ്ടാക്കി, അതിന് പലരും കൃഷ്ണനെ സഹായിച്ചു. ആ രാജധാനിയിൽ തൻ്റെ ജീവിതകൃത്യങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ച ശേഷം വിശ്രമത്തിൽ ഇങ്ങനെ സിംഹാസനത്തിലിരിക്കുമ്പോൾ തൻ്റെ പ്രിയ ഭക്തൻ ഉദ്ധവൻ വന്ന് ചോദിച്ചതിന് മറുപടി പറയുകയാണ്. ആ മറുപടി പറഞ്ഞ കാര്യം വേദവ്യാസ മഹർഷി എഴുതി വച്ചിരിക്കുക. നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ എന്തെങ്കിലും ഒന്നങ്ങനെ എഴുതി വച്ചിട്ടുണ്ടോ? എന്താ മിണ്ടാത്തെ? അതാണ് വ്യത്യാസം. മഹർഷിമാരും ഗൃഹസ്ഥന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ തൻകുക്ഷി, തങ്ങളും പെങ്ങളും സഹസ്രഭോജനം, അതുമാത്രമേ നിങ്ങൾക്കുള്ളൂ, അതുമാത്രമേ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുള്ളൂ. അരക്കാശിന് കൊല്ലില്ല നമ്മുടെ ജീവിതം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂല്യം നമുക്ക് എടുത്തു വെച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവുമോ? ഏതെങ്കിലും ഒരാളുടെ ജീവചരിത്രം എഴുതുന്നിട്ട് എത്ര ആളാണ് വായിക്കുക? ഇതിവിടെ ദ്വാരകയിൽ കൃഷ്ണപരമാത്മാവും ഉദ്ധവനും കൂടി നടന്ന സംവാദം വേദവ്യാസര് മണത്തറിഞ്ഞ് ഇതാ എഴുതി വച്ചിരിക്കുന്നു. ആ എഴുതിയ മുത്തുകളുണ്ടല്ലോ, ആ മുത്തുകളെ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങൾ എത്ര പേരാണ് ഈ രാജ്യത്തിൽ അവിടെ ഇവിടെയും ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ ഈ ശ്ലോകം പഠിക്കണമപ്പാ. ഈ സത്രം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ചൊല്ലി എന്നെ കേൾപ്പിക്കുമോ? സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ചസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഉദ്ധവൻ വിട്ടില്ല.
ദുഷ്കരമാണ്, എല്ലാം വിട്ടു പോകാൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? അങ്ങ് പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യും. അതിനുള്ള തടസ്സം എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിൽ രണ്ട് കാര്യമാണെന്ന് കിടന്ന് കളിക്കണത്. സോഹം മമാഹമിതി, ഞാൻ ഇതാണ് എന്നൊരു തോന്നലാ. ഏതാണ്? ശരിയായ തോന്നലില്ല. ഞാൻ ദേഹമാണ് എന്നൊരു തോന്നലാണ്. ദേഹം നശിക്കുന്നതാ, ഞാനോ നശിക്കാത്തതാ. അപ്പം ഞാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ആ താതാത്മ്യം ദേഹത്തിൽ ഊതുന്നു നമ്മൾ. അതാണ് ആദ്യത്തെ തെറ്റ്. രണ്ടാമതോ, ഈ ദേഹത്തിന് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എൻ്റേത്, മമാഹം എന്നൊരു തോന്നൽ. ഈ രണ്ട് തോന്നലും ദേഹത്തിൻ്റെ ഉള്ളിലാണപ്പാ, മനസ്സിലാണപ്പാ, ഉള്ളറയിലാണ്. അവിടെ ഈ രണ്ട് തോന്നലും അങ്ങോട്ട് കടന്നുകൂടി എന്താ? മൂഢമതിർവിഗാഢ, എന്നെ മുത്തൻ മുഠാളനാക്കിയിരിക്കുന്നു. മൂഢമതി വിഗാഢ, അതിൽ നന്നേ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. അതിഗാഠമാണ് ഈ രണ്ട് വിചാരം. ഈ മണ്ണാങ്കട്ട ഞാനാണെന്നൊരു തോന്നൽ, അതിൻ്റെ ഉള്ളിലോ പല സാധനങ്ങളും എൻ്റെ ആണെന്നൊരു വിചാരം. ഇങ്ങനെ അതാണ് ഞാനെന്നും ഇതെൻ്റെ ആണെന്നും ഉള്ള ഈ രണ്ട് വിചാരം എന്നെ മൂഢമതിയാക്കി വിഗാഢ, അതിലിറങ്ങിയിരിക്കുകയാണ്. ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ, ഇങ്ങനെ എന്നെ ഊക്കൻ വിഡ്ഢിയാക്കിയത് ആരാ? ത്വന്മായയാ, അങ്ങയുടെ തന്നെ മായാശക്തിയാണ്. വിരചിതാത്മനി, കൃത്രിമമായിരിക്കുന്ന ഈ ശരീരത്തിലാണ് ഈ ബുദ്ധി, എനിക്ക് ഞാൻ എന്നുള്ള ബുദ്ധിയുള്ളത്. സാനുബന്ധേ, ആ ശരീരത്തിന് അനുഭവിക്കാനുള്ള എന്തെല്ലാം ബന്ധുബാന്ധവത്വമുണ്ടോ, വസ്തുക്കളുണ്ടോ അതിനോടും. അതുകൊണ്ട് അങ്ങ് എന്തു വേണം? തത്വഞ്ചസാനിഗതം നിഗതിതം ഭവതാ യഥാഹം. കൃഷ്ണൻ എന്നോട് പറഞ്ഞില്ലേ, സ്വജനങ്ങളെയും എല്ലാറ്റിനെയും വിട്ട് പോകൂ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് എൻ്റെ സ്വാമി പറഞ്ഞത് ശരിയാണ്, ഞാനിതാ ചെയ്യാൻ പോണു, കിടക്കുക ഈ പുറത്തേക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ തരത്തിൽ പെട്ടെന്ന് തന്നെ ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. എനിക്ക് വേറെ ഒരാളെയും അറിയില്ല, അങ്ങ് മാത്രമേ എൻ്റെ സ്വാമിയായിട്ടുള്ളൂ. ഞാൻ അങ്ങയുടെ ഭൃത്യനാണ്. ഭൃത്യൻ എന്ത് കാര്യത്തിനും സ്വാമിയെ മാത്രമേ ആശ്രയിക്കുള്ളൂ. അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഞാൻ എന്നെ ആശ്രയിക്കുന്ന സ്വാമി ഉണ്ടല്ലോ, അങ്ങാണ് ഇപ്പോൾ എന്നോട് പോവാൻ പറഞ്ഞത്. പോവാനുള്ള വിഷമം അനുഭവിക്കുന്നു എൻ്റെ മനസ്സും ബുദ്ധിയും. ആ മനസ്സിലിറങ്ങി ബുദ്ധിയിലിറങ്ങി ആ വിഷമങ്ങളെ തുടച്ച് മാറ്റി നീക്കിക്കളഞ്ഞ് അങ്ങയുടെ വാക്ക് അന്വർത്ഥമാകും വിധം അങ്ങയെയും ദ്വാരകയെയും വിട്ട് ഹിമാലയത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കുമാറുള്ള ഉപദേശം തരൂ. കേട്ടുവോ നിങ്ങൾ? ഞാൻ എണീക്കണോ? നിങ്ങൾ കേട്ടുവോ? ഇതാണ് ഭാഗവതം. എത്ര ഭംഗിയായിട്ടുള്ള ശ്ലോകം. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ചസാ നിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഇതേ കൃഷ്ണൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മധ്യവയസ്സിലാണ് കുരുക്ഷേത്ര രണഭൂമിയിൽ വെച്ച് രഥത്തിൻ്റെ പിൻഭാഗത്ത് തനിക്ക് പിന്നിലിരിക്കുന്ന അമ്പും വില്ലും വിട്ടിരിക്കുന്ന ആ അർജുനനെ നോക്കി സംസാരിച്ചത്. ആ സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അർജുനൻ ഇതേമാതിരി ഒരു നിവേദനം നടത്തി. എന്തായിരുന്നു ആ നിവേദനം? എന്തായിരുന്നു? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇത് ഞാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കാറുണ്ട്, ജിജ്ഞാസുക്കളെ കൊണ്ട്. കൃഷ്ണ എൻ്റെ മനസ്സിന് കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം പിടികൂടിയിരിക്കുകയാണ്. അതിനാൽ എൻ്റെ സ്വഭാവം മുഴുവനും കീഴടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റണില്ല ഒന്നും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എങ്ങനെ? ധർമ്മസമ്മൂഢചേതാഹ,
എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതാ മുത്തച്ഛൻ്റെയും ആചാര്യൻ്റെയും മുൻപിലാണ്. ആചാര്യൻ പഠിപ്പിച്ചു തന്ന അസ്ത്രശസ്ത്ര കല മുഴുവനും അദ്ദേഹത്തിൻ്റെ മാറത്തും മുഖത്തുമായി എനിക്ക് പ്രയോഗിക്കണം. ഇതെങ്ങനെ സാധിക്കാനാണ്? മടിയിലിരുത്തി ചെറിയ ചെറിയ ചോറ്റുരകൾ തന്ന് എന്നെ രക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശനാണ് ഒരു ഭാഗത്ത്. അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് സ്നേഹവും വാത്സല്യമാണ്. എനിക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടും ആദരവും. ഇങ്ങനെ രണ്ടുപേർക്കിടയിൽ ഒരു യുദ്ധം നടക്കുമോ? എന്നാൽ നടക്കണം എന്നല്ലേ പറയണത്? അതിനല്ലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുക? ചെയ്യണം എന്നങ്ങ് പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ? അപ്പോൾ എന്തോ ഒരു ഇടുക്കം എന്നെ പിടികൂടിയിട്ടുണ്ട്. ആ ഇടുക്കം വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആലോചിച്ചൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ധർമ്മസമ്മൂഢ ചേതസ്സായി എങ്ങനെ ആയാലാ എനിക്ക് ശ്രേയസ് വരിക? കാര്യം ഞാൻ പടക്കളത്തിലാണ്, മുത്തച്ഛൻ്റെയും ആചാര്യൻ്റെയും മുൻപിൽ എതിർപക്ഷത്തിലാണ് നിൽക്കുന്നത്. അവരും എൻ്റെ എതിർപക്ഷത്തിലാണ്. ഈ സന്ദർഭത്തിലും എനിക്ക് വേണ്ടത് ശ്രേയസ്സാണ്. ആ ശ്രേയസ്സിൽ നിന്ന് വഴുതി വീഴാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പ്രേയസ് കിട്ടിയതുകൊണ്ട് കാര്യമാവില്ല. അതുകൊണ്ട് എങ്ങനെയായാൽ ശ്രേയസ് കൈവരുമോ അതെന്നെ ഉപദേശിക്കൂ. എന്നെ ശ്യാലനായി കണക്കാക്കരുത്. I am no more your brother-in-law. I am just the simple foolish Arjuna, deluded Arjuna, aggrieved Arjuna, Arjuna who has a vacillating mind. അങ്ങനെയുള്ള ഒരു അർജുനാണെന്ന് കണക്കാക്കി ഗുരുസ്ഥാനത്തിരുന്ന് ശിഷ്യനെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കൂ. ആ ഉപദേശം എങ്ങനത്തതാവണം? അർജുന, എങ്ങനെയായാലും എണീക്കൂ, ഞാൻ തേര് തെളിക്കാം, നമ്മൾക്ക് വല്ല വിധത്തിലും യുദ്ധം നടത്താം, മരിച്ചു വീണാൽ സ്വർഗം കിട്ടും, യുദ്ധത്തിൽ ജയിച്ചാൽ രാജ്യം തിരിച്ചെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക, അത് മാച്ചോളൂ, ഞാൻ പറയുമ്പോൾ ഇട്ടാൽ മതി. നഹി പ്രപശ്യാമി മമാപനുദ്യാത്. നോക്കൂ, ഞാൻ ദുഃഖപരവശനാണ്. ദുഃഖം മനസ്സിനാണ്. ആ മനസ്സിലുള്ള ദുഃഖം കാട്ടുതീ പോലെയായി എൻ്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഇതാ ദഹിപ്പിക്കുന്നു. അങ്ങനെ ദേഹത്തെ ചുട്ടുനീറ്റുന്നതാണ് എൻ്റെ ദുഃഖം. ആ ദുഃഖത്തിനെ തുടച്ചു മാറ്റാൻ എന്താണ് വഴിയെന്നറിയില്ല. അതിന് മറുപടിയായിട്ട് പട ചെയ്യൂ, എങ്ങനെയായാലും യുദ്ധത്തിൽ ജയിച്ചാൽ രാജ്യം കിട്ടും, തോറ്റാലോ വീരസ്വർഗം കിട്ടും എന്ന് മാത്രം പറഞ്ഞു പോകരുത്. അത് രണ്ടുമല്ലാതെ ആ നീറ്റുന്ന ദുഃഖത്തെ തുടച്ചു മാറ്റാൻ അങ്ങയുടെ കയ്യിൽ വല്ല വഴിയുമുണ്ടെങ്കിൽ മാത്രം വായ തുറക്കൂ കൃഷ്ണ, അല്ലെങ്കിൽ വേണ്ടാന്നാണ് പറയണേ അർജുനൻ. അങ്ങനെ ഒരു നിവേദനമാണ് അവൾ നൽകിയത്. ഇവിടെ ഉദ്ധവൻ നൽകുന്നതോ ദ്വാരകയിൽ യുദ്ധവുമില്ല, അല്ലലുമില്ല, അലട്ടുമില്ല. താനും തൻ്റെ സ്വാമിയും ആ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്നതായ ആ ഗുരുശിഷ്യ സ്ഥാനങ്ങളും ബന്ധങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ പറയുകയാണ്, എൻ്റെ ഉള്ളിലുള്ള ദോഷങ്ങളെ മുഴുവനും അകറ്റി അങ്ങ് പറഞ്ഞ വാക്ക് അതേപടി ഉടനടി അനുസരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഉപദേശം തരൂന്ന്. സത്യസ്യതേ സദൃശ ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വപിനാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തവമായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഃ. ശ്രീമദ് ഭാഗവതമാണിത്. അതിൽ വേദങ്ങളെയും വേദാന്തത്തെയും എല്ലാം ഉദ്ധരിച്ച് വിധിനിഷേധങ്ങളെയും എല്ലാം നിഷേധിച്ച് പരമസത്യം സദാ കാണിച്ചുകൊണ്ടാണ് പോക്ക്. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? സത്യസ്യതേ സദൃശ സ്വദൃശ ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വപിനാനുചക്ഷേ. അങ്ങ് സത്യസ്വരൂപനാണ്. സ്വന്തം അന്തരാത്മാവിനെയാണ് അങ്ങ് എപ്പോഴും ദർശിച്ചുകൊണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സർവവിജ്ഞനായ അങ്ങയിൽ നിന്ന് വ്യത്യസ്തനായി ഈ കാര്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായി ഞാൻ ലോകത്തിൽ ഒരാളെയും കാണുന്നില്ല. വിബുധേഷ്വപിനാനുചക്ഷേ.
എത്രയോ ജ്ഞാനികളും തത്വവേത്താക്കളും ഉണ്ടാകാം. പക്ഷെ അവരുടെ ഇടയിൽ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങയെയും ദ്വാരകയെയും വിട്ട് ഹിമാലയത്തിലേക്ക് യാത്രയാക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഉപദേശം എനിക്ക് കിട്ടണമല്ലോ. അങ്ങനെ ഒരു ഉപദേഷ്ടാവിനെ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. എന്താ കാരണം? നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ? സർവേ വിമോഹിതധിയസ്തവമായയേമേ. അങ്ങയുടെ മായയാൽ എല്ലാവരും വിമോഹിതരാണ്. ബ്രഹ്മാദയസ്തനുഭൃതോ, ബ്രഹ്മാ മുതൽക്ക് ദേഹമുള്ളവരെല്ലാവരും ബഹിരർത്ഥഭാവാഹ, അവരുടെ കണ്ണും കയ്യും ശ്രദ്ധയും മുഴുവനും ബാഹ്യമായിരിക്കുന്ന നശ്വര വസ്തുക്കളിലാണ്. ബ്രഹ്മാവായാൽ എന്താ സൃഷ്ടിക്കണേ? നശ്വര വസ്തുക്കളെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മം മുഴുവനും അദ്ദേഹത്തെ നശ്വരതയിൽ പിടിച്ച് കെട്ടിവരിച്ച് അങ്ങോട്ട് ഇടുക. അങ്ങനെയുള്ളവരാണ് ലോകത്തിലുള്ളവർ മുഴുവനും. ബഹിരർത്ഥഭാവാഹ, എന്തൊരു ശബ്ദാപാത്, എന്തൊരു പദപ്രയോഗ. തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമഗുണ്ഠവിഗുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹുമുഹ അഹമുഹ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. ഉദ്ധവൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. നോക്കൂ ആ ഭക്തിയുടെ പാരമ്യത. ആരെയാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? പരമഭക്തൻ ഉദ്ധവനെ. ആരുടെ മുൻപിൽ? അദ്ദേഹത്തിൻ്റെ സ്വാമി കൃഷ്ണപരമാത്മാവിൻ്റെ മുൻപിൽ. എന്നിട്ട് ഉദ്ധവനോട് പറയുകയാണ്, കടക്കൂ ദ്വാരക വിട്ട്, കടക്കൂ സ്വജനങ്ങളെയും എല്ലാറ്റെയും വിട്ട് ഹിമാലയത്തിൽ ചെന്നിരിക്കൂ, എന്നെ മാത്രം കാണൂ എല്ലായിടത്തും. ഒരു ഭക്തനോട് ഭഗവാൻ പറയേണ്ടത് അതല്ലേ പൂർണ്ണത. അയ്യോ എനിക്ക് വയ്യല്ലോ, എൻ്റെ ഉള്ളിൽ സോഹവും മമാഹവും കിടന്ന് കൂടിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ പോവുക? അപ്പം എൻ്റെ ഉള്ളിൽ കിടന്ന് ആ അഹങ്കാരവും മമതയും തുടച്ചു മാറ്റാൻ പറ്റിയ തരത്തിലുള്ള ഉപദേശം തന്നെ അങ്ങ് തരണം. നമ്മുടെ മനസ്സിൽ കടന്നുകൂടാൻ എന്തിനാ സാധിക്കുക? വാക്കുകൾക്ക്. ആരുടെ വാക്കുകൾ? ഗുരുവിൻ്റെ വാക്കുകൾ, ശാസ്ത്രത്തിൻ്റെ വാക്കുകൾ. അതിന് മാത്രമേ കർണപുടത്തിലൂടെ ബുദ്ധിയിലും മനസ്സിലും ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങ് നല്ലൊരു ഉപദേഷ്ടാവായി അതിസുന്ദരമായിരിക്കുന്ന ഉപദേശവാക്യങ്ങളിലൂടെ എൻ്റെ കർണപുടങ്ങൾ വഴി മസ്തിഷ്കത്തിലും മാറിടത്തിലുമെല്ലാം പ്രവേശിച്ച് അവിടെയുള്ള ഉണ്ട്രക്കരി മുഴുവൻ തുടച്ചു മാറ്റി അങ്ങ് പറഞ്ഞ പ്രകാരം ശുദ്ധ സരള മനസ്കനായി ദാ പോണു, ഞാൻ പോവാം, കരഞ്ഞുകൊണ്ടാണെങ്കിലും എന്ന് പറഞ്ഞ് മെതിയടി തലയിൽ വെച്ച് യാത്ര പറഞ്ഞ് പോകാൻ എനിക്ക് സാധിക്കണം. വേറെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞയക്കാം പോവാമെന്നൊന്നും പറഞ്ഞു പോകരുത്, നടക്കില്ല. വേറെ ഒരു ഉപദേഷ്ടാവിനെയും ഞാൻ ലോകത്തിൽ നോക്കിയിട്ട് കാണാനില്ല. ഇത്രയും പറഞ്ഞ് ഉദ്ധവൻ നിർത്തുന്നു അവിടെ. അവിടുന്ന് അങ്ങടാണ് കൃഷ്ണൻ്റെ ഉപദേശം. എന്താ ഉപദേശം? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ആത്മാനം ആത്മനൈവാശുഭാഷയാത്. ഈ വാക്കുകൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ നിങ്ങൾക്ക്? ചുരുക്കി പിടിച്ചങ്ങോട്ട് പറയുകയാണ്. എന്താ? പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ആത്മാനം ആത്മനൈവാശുഭാഷയാത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതോ ക്ഷീണിച്ചോ? പ്രായേണ പൊതുവെ സാമാന്യമായി മനുജാലോകെ ലോകത്തിൽ മനുഷ്യർ ലോകതത്വവിചക്ഷണാഃ ഒന്ന് പറയൂ. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയാൻ വയ്യാത്തത്? ഇത്രത്തോളം മലയാളം അറിയില്ലേ? ഞാനാ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ചൊല്ലണം. ലോകതത്വവിചക്ഷണാഃ. ലോകതത്വവിചക്ഷണാഃ. തൃപ്തിയായില്ല? ലോകതത്വവിചക്ഷണാഃ. 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 പ്രായേണ മനുഷ്യരെ ലോകത്തിൽ ലോകതത്വവിചക്ഷണാഃ. ലോകത്തെ വേണ്ടതുപോലെ നിരീക്ഷിച്ച് അതിൽ പ്രവർത്തിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമെല്ലാം
സൂക്ഷിച്ച് പരിശോധിച്ച് ചികഞ്ഞു നോക്കി വിലയിരുത്തി ഉൾക്കൊണ്ട് വേണ്ടത്ര വിചിന്തനം ചെയ്ത് അവരവരുടെ മനസ്സിലും ബുദ്ധിയിലും പ്രതിഷ്ഠിച്ച് സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാഷയാത്. അങ്ങനെ ലോകത്തെ നിരീക്ഷിച്ച് ആ നിരീക്ഷണം വഴി ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അതിൽ നിന്ന് അറിവും അനുഭവമൊക്കെ ഉണ്ടായി ആ അറിവും അനുഭവവും വഴിയാണ് ഓരോരുത്തരും അവരവരെ ഉദ്ധരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ശ്രീമദ് ഭാഗവതം. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും അതെങ്ങനെയാണ് ചെയ്യിക്കുന്നത്? നോക്കൂ ലോകത്തെ, അതിൻ്റെ ഭാവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ. എത്രത്തോളം നശ്വരമാണെന്ന് മനസ്സിലാക്കൂ. ആ നശ്വര ലോകത്തിലാണ്, നശ്വര ദേഹത്തോടു കൂടി നിങ്ങൾ വാഴുന്നത്. അപ്പം നശ്വരത പെരുകി വർദ്ധിപ്പിക്കുകയല്ലേ ഉള്ളൂ. അത് ആ നശ്വരതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണോ? എന്നാൽ ഈ ദൃശ്യലോകത്തിലൊന്നുമില്ല. ദൃശ്യമല്ലാതെ ദൃശ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്തോ അത് നോക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടപ്പ അനശ്വരമായിരിക്കുന്ന ഒരു ചൈതന്യവിശേഷം. അതിനുള്ള വഴി എന്താ? നിരീക്ഷണം, നിരീക്ഷണം, വിചിന്തനം, വിചിന്തനം, പരിശോധന, പരിശോധന, വിലയിരുത്തൽ, വിലയിരുത്തൽ. അപ്പോൾ ശ്രീമദ് ഭാഗവതം ആവശ്യപ്പെടുന്നത് എന്താ? ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. അത് കേട്ട് പഠിച്ച് വിചാരണപരോ, വിചാരം ചെയ്ത് ഭക്ത്യാ വിമുച്യേന്നരഃ ആത്മനൈവാശുഭാഷയാത്. നമ്മുടെ മനസ്സിലുള്ള അശുഭങ്ങളെ മുഴുവനും തുടച്ചു മാറ്റുന്നു അവർ. സമുദ്ധരന്തി ഹ്യാത്മാനം. എങ്ങനെ? ലോകതത്വവിചക്ഷണാ, ലോകതത്വവിചക്ഷണാ, ലോകതത്വവിചക്ഷണാ. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്താ ചെയ്യണത്? പറയൂ. എല്ലാം കൂടി ശ്രീമദ് ഭാഗവതത്തിലുള്ളത് കൃഷ്ണപരമാത്മാവാണ്. ആ കൃഷ്ണപരമാത്മാവിന് 125 വയസ്സായി. സർവ്വകാര്യങ്ങളും നിർവഹിച്ച ശേഷം അവിടെ ചെന്ന് ഭദ്രമായിരിക്കുന്നു സിംഹാസനത്തിൽ. ആ സിംഹാസനത്തിൽ ഇരുന്നും കൊണ്ട് ഉദ്ധവൻ അടുത്ത് വന്നപ്പോൾ ആ ഉദ്ധവനോട് സമാധാനാന്തരീക്ഷത്തിൽ ഭംഗിയായിട്ട് സംസാരിക്കുക. ആ മൊഴിക്ക് എന്തുമാത്രം പാകമുണ്ടാവും, പ്രസക്തി ഉണ്ടാവും. അത് എഴുതി വയ്ക്കാൻ ഒരു വ്യാസമഹർഷിയും. നമ്മുടെ മുൻപിലിതാ ഡാൻസ് കളിക്കുന്നു. ആ പറഞ്ഞ വരികൾ ഡാൻസ് കളിക്കുക ചെയ്യണം അവിടെ. പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാഷയാത്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ. മനുഷ്യജീവിതത്തിൽ ഏറ്റവും വിശേഷം എന്താ? അവനവൻ്റെ ആത്മാ തന്നെയാണ് ഗുരു. നോക്കണതും കാണുന്നത് ആരാ? നമ്മൾ. ആലോചിച്ച് നോക്കുന്നത് ആരാ? നാം തന്നെ. അങ്ങനെ നോക്കി കണ്ട് പഠിച്ച് ആലോചിച്ച് വിചിന്തനം ചെയ്ത് അതിൻ്റെ ഗുണദോഷങ്ങൾ പേർത്തെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മൂഢത നീക്കി വിദ്വത്വവും പ്രബുദ്ധതയുമെല്ലാം കൊണ്ടുവരുത്തി അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ഈ കടച്ചൽ മുഴുവൻ നടക്കുന്നത്, പാലാഴി കടച്ചൽ നടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത. മനുഷ്യന് പ്രത്യേകിച്ചും തൻ്റെ ആത്മാവ് തന്നെയാണ് ഗുരു. യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. പക്ഷേ ഈ ശ്രേയസ് കയ്യിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യക്ഷാനുമാനാഭ്യാം, പറയട്ടെ ഞാൻ,
പ്രത്യക്ഷമായി കാണുന്ന വസ്തുതകളും ലോകവും മാത്രം പോരാ, ആ പ്രത്യക്ഷതയിൽ നാം വളർത്തിയെടുക്കുന്ന അനുമാനങ്ങൾ, ഊഹാപോഹങ്ങൾ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈശ്വരൻ സർവവ്യാപിയല്ലേ? ആണോ? സർവവ്യാപിയാണെങ്കിൽ എങ്ങുമില്ലേ? എങ്ങുമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമില്ലേ? നമ്മുടെ ഉള്ളിലുമില്ലേ? അപ്പോൾ ഈശ്വരനും നമ്മളും തമ്മിലുള്ള ദൂരം എത്രയാ? 0. ഇത് പറയണത് എങ്ങനെയാ? പ്രത്യക്ഷമായ വസ്തുതകളെ വെച്ചുകൊണ്ട് ആലോചിച്ച് അവസാനം ബുദ്ധിയുടെ സഹായത്തോടു കൂടി നാം പറയുകയാണ്, ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യം നമ്മളിൽ നിന്ന് 1/2 മില്ലിമീറ്റർ ദൂരെയല്ല. അപ്പോൾ തുറന്ന് പറയാറാവണം, ഈശ്വര, അങ്ങക്ക് എന്നിൽ നിന്ന് 1/2 മില്ലിമീറ്റർ ദൂരെ നിൽക്കാൻ പറ്റില്ല, എന്നെ 1/2 മില്ലിമീറ്റർ ദൂരത്താക്കാനും പറ്റില്ല. അങ്ങ് സർവവ്യാപിയാണെങ്കിൽ എല്ലായിടത്തും എല്ലാവരിലും ഒരുപോലെ ഇടതൂർന്ന് പരിലസിക്കുന്നു. ഈ പറയുന്ന വാക്ക് ഒരു അനുമാനമല്ലേ? മനസ്സിലായില്ല? പ്രത്യക്ഷമായ ലോകത്തെ കണ്ട് അതിൽ നമ്മുടെ സങ്കല്പമായ ഈശ്വരൻ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ആ സർവവ്യാപിയായ അങ്ങയിൽ നിന്ന് 1/2 മില്ലിമീറ്റർ ഞാൻ അകലത്തല്ല, അങ്ങയുമല്ല. അങ്ങുണ്ടോ? ഞാനുണ്ട്. ഞാനുണ്ടോ? അങ്ങുണ്ട്. മിണ്ടണ്ട, കൈ വീശിയാൽ നടക്കേൻ. യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. ശ്രേയസ് കൈവരാനുള്ള വഴി പ്രത്യക്ഷമായിരിക്കുന്ന ഈ ലോകത്തെ കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുമോ പ്രവർത്തിക്കട്ടെ. ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ എങ്ങനെയാണ് പറയണത് ഉള്ളിലാണ് ലോകം എന്ന്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷേ കണ്ണുകളൊക്കെ ജഡമാണ്. കാണിച്ചു തരുന്നത് മനസ്സാണ്. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം മനസ്സുപയോഗിച്ച് നടത്തുന്ന ഇന്ദ്രിയ ദർശനം അത് പുറത്താകുമോ അകത്താകുമോ? അകത്ത്. കണ്ടോ? ആലോചിച്ച് പറയുകയാണ്. അങ്ങനെ അകത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ കാണുന്നത് മുഴുവനും എൻ്റെ ഉള്ളിലാണേ. നാവ് മുറിച്ചാലും എൻ്റെ ഉള്ളിൽ തന്നെയാത്. പറ്റുമോ? എൻ്റെ കൂട്ടരെ, ഇതാണ് നമ്മുടെ സംസ്കാരം. നോക്കൂ എവിടെ പോയി കാര്യങ്ങളെന്ന്. 11ാമത്തെ സ്കന്ധത്തിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. 10 സ്കന്ധം കഴിഞ്ഞു, കൃഷ്ണൻ്റെ ജീവചരിത്രമൊക്കെ കഴിഞ്ഞു. പുരുഷത്വേച മാം ധീരാഃ സാഖ്യയോഗ വിശാരദാഃ ആവിസ്തരാം പ്രവിശന്തി സർവശക്തി ഉപബൃംഹിതം. ഞാൻ വന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയണത് നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന്, ഇത് വേണമെന്ന്. 1000 ശ്ലോകങ്ങളാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ കൊല്ലങ്ങൾ മുൻപ് വളരെ വിശദമായി പ്രതിപാദിച്ചതാണ്. അന്ന് 10 ലക്ഷത്തിലേറെ ജനങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കണക്ക്. 10 ലക്ഷത്തിലേറെ. ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ചെറിയ കുട്ടികൾ ചിലർ വരും. അവർ വളരെ വാത്സല്യത്തോടു കൂടി എൻ്റെ അടുത്ത് വന്ന് ഒന്ന് നിൽക്കും, മുണ്ടൊക്കെ ഒന്ന് തൊട്ടു എന്നൊക്കെ വരും. അവരാണത്രേ TV തുറന്ന് അച്ഛനമ്മമാർ വിളിച്ച് കാണിച്ചു കൊടുക്കുക. നോക്കൂ, ഇതാണ് നമ്മുടെ ഭാരതം. ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന് അച്ഛൻ പറയുക, എൻ്റെ പെൺകുട്ടി പറയുക, അച്ഛൻ ഞങ്ങളെ ഒന്നും വെച്ച് ബുദ്ധിമുട്ടിക്കരുത്, സ്വാമിജി പറയണത് കേട്ടോളൂ, ആ കേട്ട് ഗ്രഹിച്ചോളൂ, ഞങ്ങൾ മക്കളുണ്ടെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് കുട്ടികൾ പറയുകയാണത്രേ. അച്ഛൻ പറയുക എന്നോട്. ഇതാണ് ഭാരതം. നമ്മൾ മണ്ണാങ്കട്ടയല്ലാപ്പാ, തിന്ന് ജീവിക്കാനായി ജനിച്ചവരല്ല. നമുക്ക് അറിയണം, ഉണരണം, അനുഭവിക്കണം. ദൃശ്യലോകത്തിന് അപ്പുറത്തൊരു സത്യമുണ്ടോ? തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മഹിമയുണ്ടോ? മാനമുണ്ടോ? ഉത്കൃഷ്ടതയുണ്ടോ? ഔന്നത്യമുണ്ടോ? ശ്രേഷ്ഠതയുണ്ടോ? അറിയണം. കാണുന്നത് മാത്രമല്ല, കാണപ്പെടാത്ത മനസ്സാണ് കാണുന്ന വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠം എന്നൊക്കെ ഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ശരി, ഞാൻ നിർത്തട്ടെ.
സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. സമാപന ഓങ്കാരത്തിന് തയ്യാറായിക്കോളൂ. ഹരി ഹരി ദാ ഓ ഹരി ഓം തസ്സ. ജയ ഗുരു ജയ ഗുരു. നിങ്ങൾ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ഭൂമാനന്ദ സ്വാമിജി മനസ്സിലാക്കുന്നുണ്ട്. ശരി.